ഹായ് ഹലോ നിഷി ടോക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഉണ്ട് കേട്ടോ. എന്തൊക്കെ എല്ലാവരുടെ വിശേഷം? സുഖമാണല്ലോ. അപ്പം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്, നമുക്ക് കുറച്ച് ചക്ക നമ്മൾ വീട്ടിൽ തന്നെ പഴുത്ത ചക്ക ഉണ്ടായിരുന്നു. അപ്പോൾ കഴിച്ചതിൻ്റെ ബാക്കി എന്താ നമുക്ക് ഒരു ചക്കട ഉണ്ടാക്കാമെന്ന് കരുതി. വീട്ടിൽ ഇതിൻ്റെ ഇലയുണ്ട്. ഈ ഇലയുടെ പേര് അറിയുന്നവരൊന്ന് കമൻ്റ് ഇടാൻ മറക്കരുത് കേട്ടോ. എന്താണ് പിന്നെ കറുവപ്പട്ടൻ്റെ ഇലയാണോ? എനിക്കറിയില്ല. അത് നമ്മളെ വീട്ടിലുണ്ട് സംഭവം. അങ്ങനെ ഞാൻ കുട്ടികൾക്കൊക്കെ ഇരിഞ്ഞ് വെച്ചതിന് ശേഷമാണ് ഞാൻ ആ ഒരു ചിന്ത വന്നത്. കാരണം കഴിച്ചാലും ബാക്കിയുണ്ട്. വലിയൊരു ചക്കയായിരുന്നു കേട്ടോ. എന്നാൽ ഒന്നും താമസിച്ചില്ല, നമ്മളെന്തായി സംഭവം അങ്ങോട്ട് സെറ്റാക്കാന്നങ്ങോട്ട് കരുതി. അങ്ങനെ ഞാൻ അതായത് ഇന്നലെയാണ് കേട്ടോ ഞാനിതൊക്കെ ഒന്ന് ചുളപ്പറിച്ചിട്ട് ഞാൻ എന്തായിട്ട് ഒരു ബോക്സിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കുക. നല്ല മധുരം ഉണ്ടായിരുന്നു, വലിയ ചുളയായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ എന്തായിട്ട് നല്ലോണം ഒരു ബോക്സിൽ ഇതാ കുരുകളൊക്കെ കളഞ്ഞിട്ട് ഇതെങ്ങനെ ആക്കി വെച്ചു. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോവുകയാണേ. അപ്പോൾ എല്ലാവരും അധികം ആളുകളും നമ്മൾ മലപ്പുറമൊക്കെ ഞാൻ കണ്ടിട്ടുള്ളത് എന്താ വെച്ചാൽ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടാണ് ഉടച്ചെടുക്കാറ്. ഞാൻ എന്താട്ടും മിക്സിയിലൊന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കും കേട്ടോ. അപ്പോൾ അത് വേഗം ഉടഞ്ഞ് കിട്ടേ. അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ്, അറിയുന്നവരും മിണ്ടണ്ട. അങ്ങനെ പിന്നെ ഞാൻ ശർക്കര ഒരു 6 അച്ചാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ചില ചക്ക നല്ല മധുരം ഉണ്ടാവും. അപ്പോൾ നമ്മൾ മധുരത്തിനനുസരിച്ച് ഇത് കൂട്ടുകയോ കുറക്കുകയോ, ചിലർക്ക് അധികം മധുരം ഇഷ്ടമില്ലാത്തവർ അത് കുറച്ചെടുത്താൽ മതി കേട്ടോ. ഇതാ നമ്മളെ വീട്ടിൽ സ്വന്തം ഉണ്ടായ ഇല ഞാനത് എടുത്ത് കൊണ്ടുവരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പേര് അറിയുന്നവർ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ഞാനതൊക്കെ സെറ്റാക്കി കഴുകി എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിതാ ചക്ക വരട്ടിക്കൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ. അതിൽ വെള്ളം, അതിപ്പോൾ ഈ മഴക്കാലമൊക്കെ ആകുമ്പോൾ നല്ലോണം ചക്ക വെള്ളം കുടിച്ചിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് നന്നായിട്ടൊന്ന് വരട്ടിയെടുക്കണേ. ഇനി ഞാൻ നമ്മൾ ഉരുക്കി വെച്ച ശർക്കര ഉണ്ടല്ലോ അത് ഒഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ. ചക്ക ഒരുവിധം ഉടഞ്ഞതിന് ശേഷം മാത്രം നമ്മളിത് ഒഴിച്ച് കൊടുക്കാവേ. എന്നിട്ട് നല്ലോണം മിക്സ് വെൽ. പിന്നെന്തൊക്കെ, എല്ലാവർക്കും ചക്കയൊക്കെ ഇഷ്ടമാണോ? ഇഷ്ടമില്ലാത്തവരും ഉണ്ട് അല്ലേ. ചിലർക്കൊന്നും ചക്ക ഇഷ്ടമല്ല, മണം അത് അങ്ങനെ. പക്ഷെ ചിലർക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും. പണ്ടുള്ളവർക്കൊക്കെ ചക്കൻ്റെ മേലാണ് ജീവൻ. പിന്നെ ഞാനിപ്പോൾ ഇട്ടിട്ടുള്ളത് ഏലക്കായയാണ്. അത് ഏലക്കായൻ്റെ രുചി ഇഷ്ടമുള്ളവരനുസരിച്ച് കൂട്ടും കുറക്കുകയൊക്കെ ചെയ്യാം. ഞാനൊരു ടീസ്പൂണാണ് ഇട്ടിട്ടുള്ളത് കേട്ടോ. എൻ്റെ വല്യമ്മക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു ചക്ക. പിന്നെ ഞാൻ മധുരത്തിൻ്റെ ബാലൻസ് ചെയ്യാൻ വേണ്ടി ഒരു നുള്ള് ഉപ്പും ചേർത്തിട്ടുണ്ടേ. എന്നിട്ട് നല്ലോണം അങ്ങോട്ട് മിക്സ് വെൽ. സംഭവം സെറ്റായി വരുന്നത് നിങ്ങൾ കാണില്ല, ഉടഞ്ഞ് വരുന്നുണ്ട്. നമ്മളത് ക്രഷ് ചെയ്തെടുത്തതിന് അതുകൊണ്ടാട്ടത് ഇത്ര പെട്ടെന്നായത്. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യുക, അതിലേക്ക് അരിപ്പൊടിയാണ്. ഞാനൊരു 2 കപ്പ് അരിപ്പൊടി എടുത്തിട്ട് നമ്മൾ എന്താ ചെയ്യുക, പിന്നെ നമ്മൾ പാകത്തിനനുസരിച്ച് ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് നമുക്കിങ്ങനെ ഒരു കുറുകി വരുന്നൊരു പരുവ് നമുക്ക് മനസ്സിലാവുമല്ലോ. അതുവരെ ആ പൊടി വേവും ചെയ്യണം. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക കേട്ടോ. അപ്പോൾ എത്ര കണക്കെന്ന് ഞാൻ പറഞ്ഞില്ല, കാരണം ചിലപ്പോൾ മഴക്കാലം ആകുമ്പോൾ ഓരോ ചക്കൻ്റെ ലെവലിക്ക് അനുസരിച്ചാണ്. അപ്പോൾ കുറച്ചെടുത്തിട്ട് നമുക്കിങ്ങനെ ഇളക്കി കൊടുത്താൽ നമുക്ക് മനസ്സിലാവും ഇതിങ്ങനെ കുറുകണ ഒരു ലെവൽ കേട്ടോ. അപ്പോൾ ഇങ്ങനെ കുറേശ്ശെ ഇട്ട് കൊടുക്കണേ. അപ്പോൾ നല്ലൊരു സ്മെല്ലൊക്കെ ഇങ്ങനെ വരും. ആ ഏലക്കായൻ്റെയും ശർക്കരൻ്റെയൊക്കെ നല്ലൊരു സ്മെല്ല് ഇങ്ങനെ വരും കേട്ടോ. ആ പൊടിയൊന്ന് വേവുന്നത് വരെ നമ്മൾ എന്തായാലും ഇളക്കിക്കൊണ്ടേ ഇരിക്കണം കേട്ടോ. ഈ ഇലക്കന്നെ ഒരു സ്മെല്ലാണ്. ഇലൻ്റെ പേര് പറയാൻ മറക്കരുതേ. ഇനി നമ്മൾ ഇതിൽ കിടുന്നത് നാളികേരം, അതായത് തേങ്ങ ചിരകിയത്. നമ്മളെ ഇഷ്ടത്തിന്, തേങ്ങ കടിക്കുമ്പോൾ ഒരു ടേസ്റ്റ് അല്ലേ. അപ്പം ഞാൻ കുറച്ച് കൂടുതൽ ചിരകിയിട്ടുണ്ട്. നമ്മൾ ആവശ്യത്തിനനുസരിച്ച് നമ്മൾ ഇട്ട് കൊടുത്തിട്ട് അത് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുകയൊന്നും വേണ്ട കേട്ടോ. വേഗം ഡ്രൈ ആവും. നമ്മൾ കുറച്ച് നേരം ചൂടാറാൻ വെച്ചാൽ തന്നെ നന്നായിട്ട് ഡ്രൈ ചെയ്ത് കിട്ടും കേട്ടോ. എന്നിട്ട് ഞാൻ ഇല മടക്കുന്ന രീതിയുണ്ട്, അതൊക്കെ നോക്കി കണ്ടിട്ട് എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കരുത്. പിന്നെ ഞാനൊരു കുറച്ച് നെയ്യാണ് കേട്ടോ ഇടുന്നത്. ഇത് ഓപ്ഷനാണ്, പക്ഷേ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് എല്ലാവരും ഫീഡ്ബാക്ക് അറിയിക്കാൻ അപ്പം മറക്കരുത്. എൻ്റെ ചാനൽ ഇഷ്ടമാണ്, നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഒരു ലൈക്കും സപ്പോർട്ടും ഒക്കെ ചെയ്യുക. അപ്പോൾ അത് അവസാനം വരെ കാണുക. ഓക്കെ, ബൈ.